നമ്മുടെ കുട്ടിക്കാലത്ത് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഇപ്പൊ കാണുമ്പോൾ നമ്മൾ പണ്ട് കൊച്ചിൽ എന്തോരം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കളിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് വീഡിയോസ് കാണിക്കാം. അത് എത്രത്തോളം നമുക്ക് റിലേറ്റബിൾ ആണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ആദ്യത്തെ വീഡിയോ കാണാം. ഓക്കെ. ഇതെന്താ ആരൊക്കെ ആദ്യം കാണിച്ച എനിക്ക് അത് ഇത് എല്ലാം പല്ല് പല്ല് അതെനിക്ക് മനസ്സിലായില്ല. ഇത് ഇത് വാക്യത്തിൽ പൊട്ടണ ബോംബ്. ഇത് മറ്റേ പിന്നെന്താ പ്ലേറ്റിംഗ് പേപ്പറോ അല്ല അല്ല അപ്പടോടാ ആണല്ലോ. ഓക്കെ. നമുക്കപ്പോ ഓരോന്ന് പറഞ്ഞു പോവാം. ഓക്കെ പറഞ്ഞോ. ആ സ്കെയില് മറ്റേ ബ്രേസ്ലെറ്റ് അത് എന്തിന്റെ കൂടെ ഫ്രീ കിട്ടിയതായിരുന്നോ? ഇപ്പോഴത്തെയാണ്. 2000 ഇറങ്ങിയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. ഓക്കെ. സോ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു പാരഷൂട്ട് പോലൊരു സാധനം ഉണ്ടായിരുന്നു. പുളി മുട്ടായി അതിങ്ങനെ അമർത്തിങ്ങനെ അതിനകത്ത് 2 കുരു ഉണ്ടാവില്ലേ? അയ്യോ നമ്മളതിനെ കറുത്തച്ചാറ് എന്നാ പറയാ. കറുത്തച്ചാറ്. എന്നിട്ട് ഈ 2 കുരു ഇടക്കി കളഞ്ഞിട്ടേ ഇത് ഫുള്ള് ഇങ്ങനെ കടിച്ചെടുത്തിട്ട് ഈ കവർ ഉള്ളിൽ അത് ചവച്ച് അതിന്റെ എത്ര ഞാൻ വേറൊരു മുട്ടായി കാണിച്ചു ഓർമ്മയുണ്ടാ? ഏതോ ഒരു മുട്ടായി തിന്ന് തീരുമാനത്തിൽ കുതിരയൊക്കെ കാണും. ഇത് പാലക്കാട് ഷൂട്ടിംഗ് നടക്കുകയാണ്. ബഷീറിന്റെ പ്രേമലേഖന സിനിമ. അപ്പൊ ഈ മുട്ടായി ഉണ്ട് അവിടെ ഒരു കടയില്. അപ്പൊ ഇത് മേടിച്ച് തിന്നിട്ട് സുനിലേട്ടൻ ഈ മുട്ടായി മേടിച്ചിങ്ങനെ ഈ കുതിര പോക്കറ്റിലങ്ങിട്ട് ടേക്കായപ്പോഴേ ആക്ഷൻ പറഞ്ഞപ്പോ എന്താ പറയുമ്പോ അതേ ഇതാണെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ എടുത്ത കുതിരയായി പോയി. പോക്കറ്റിൽ ഈ കുതിരയായി പോയെന്ന്. ഇപ്പൊ 2 ദിവസം മുമ്പ് ഞാൻ അത് കണ്ടപ്പോ പുള്ളിട്ട് പറഞ്ഞു. ഇതില് നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു എന്തായിരിക്കും? മറ്റേ റിങ്ങിന്റെ വീഡിയോ ഗെയിമിൽ വീഡിയോ ഗെയിം അല്ല, കൈകൊണ്ട് ബാലൻസ് ചെയ്തിട്ട് നമ്മുടെ പെൻസിൽ ബോക്സിന്റെ സൈഡിൽ അത് ഉണ്ടാവാറുണ്ട്. ജോമെട്രി ബോക്സ് മുകളില് ഈ കാണിച്ചാലേ മിസ്സായി പോയൊരു മുട്ടായി ഉണ്ട്. എന്നതാ? അന്നത്തെ ഭയങ്കര എപ്പോഴും സ്കൂളിലെ ഇതാ നമ്മുടെ നൂല് മുട്ടായി. എന്താ മുട്ടാണ്? അത് ആ മുട്ടായിയുടെ സെന്ററിലാണ് ആ നൂലിങ്ങനെ ചുറ്റി വെച്ചേക്കും. അതെ. ആ മുട്ടായി എടുത്ത് നമുക്ക് ഇങ്ങനെ അത് ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരെണ്ണത്തിലിങ്ങനെ. അല്ല, പക്ഷേ ഏറ്റവും എന്താ പറയാ ഇന്ന് വരെ മാർബിൾസ് കളിക്കില്ലേ? അതെ അതെ അതില്ല. പിന്നെ നമ്മളുടെ ഈ കല്ല് മുകളിൽ കല്ല് വെച്ച് ബോൾ എടുത്തിട്ട് 7 tiles അങ്ങനെ പിന്നെ കാലുകൊണ്ട് അതൊക്കെ ചെയ്യണം. പാണ്ടിയോ അങ്ങനെ ഞാൻ ഒരു കളി കളിച്ചിട്ടുണ്ട്, കുട്ടിയും കോലും. ഈ കുട്ടിയും കോലും ഭയങ്കര അപകടമാണ്. വീട്ടിൽ നിന്ന് വിടൂല, കുട്ടിയും കോലും കളിക്കാണെങ്കിൽ വിടൂല. ഈ ചെറിയ സാധനം കണ്ണിലൊന്നും അടിക്കും. ഇതൊരു അപൂർവ സംഗമമാണ്. അമൃത TV പ്രേക്ഷകർക്ക് നൽകുന്ന അമൂല്യ വിഷു കൈനീട്ടം. 20 വർഷത്തെ നിറവാർന്ന അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സരസ സല്ലാപം. ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എന്റെ 28 വർഷവും കൂടെ പൂർത്തീകരിക്കുന്ന ഒരു സമയമായിട്ടും കൂടെ ഞാൻ ഇത് ഉപയോഗിക്കുകയാണ്. വിഷുദിനത്തിൽ നിങ്ങൾക്കായി നിറസല്ലാപം. അല്ല, പിന്നെ ഏറ്റവും നോസ്റ്റു ഇപ്പൊ റീസെന്റ് ഞാനൊരു ഷോപ്പില് അപ്പൊ മോൾക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോ ഫാൻറ്റം സിഗരറ്റ്സ് ഉണ്ടായിരുന്നില്ലേ, മധുര സിഗരറ്റ്സ്, വൈറ്റ് കളർ സിഗരറ്റ് മിഠായി എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞറിയാം. ഫാൻറ്റം. അത് ഞാൻ കണ്ടപ്പോ ഞാൻ വാങ്ങി. അത് ഇപ്പൊ 20 rupees ആണ്. പണ്ട് ഭയങ്കര അതെ, ഒരു കോർണറിൽ പിങ്ക്. അപ്പൊ സിഗരറ്റ് മിഠായി. ഓ, സോ ക്യൂട്ട്. അടിപൊളി. അല്ല, ഇപ്പൊ പാലക്കാട് മിക്ക കടകളിലും ഉണ്ട് ഈ സാധനം, ഈ മുട്ടായൊക്കെ. ബെസ്റ്റ് ബബിൾ ഗം എന്ന് പറഞ്ഞാല് ബിഗ് ബബിൾ ഗം പിങ്ക് കളറിന്റെ. അത് ഇന്നും എനിക്ക് തോന്നുന്നു ബൂമർ പോലെ. പക്ഷെ അത് ഇന്നത്തെ ഒരു ബബിൾ ഗം അതില് സ്റ്റിക്കർ ഉണ്ടാവും. അത് വെച്ച് ഇങ്ങനെ വെള്ളം വെച്ചിട്ട് ടാറ്റു ചെയ്യാം. അത് 1.5 ദിവസം കഴിഞ്ഞ് ചൊറി പിടിച്ചോലിരിക്കും. അതെ. പിന്നെ ഇതുണ്ട് ജോക്കർ മുട്ടായി. ജോക്കറിന്റെ പടം വെച്ച് പൊതിഞ്ഞു വെച്ചേക്കും.
ജോക്കറിന്റെ മുഖം വെച്ചിട്ട് അതുപോലെ കണക്ട് ചെയ്തേ നമുക്കൊരു കുറെ സിനിമകളുടെ ഫിലിം എടുത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ ഇടുന്ന സാധനം ഉണ്ടായിരുന്നു. സിനിമകളുടെ പഴയ പടങ്ങളുടെ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അതിനകത്ത് ഇടാം. അപ്പം സിനിമ കാണാം. ഭയങ്കര ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. മുറ്റത്ത് കളിക്കാനുള്ള ഒരുപാട് ഗെയിംസ് ഉണ്ട്. നമ്മളുടെ ഇപ്പൊ പണ്ടത്തെ തറവാട് മുറ്റത്താണ് അതെ കുട്ടികൾ കളിച്ച് വീണ് ചെരുപ്പിടാതെ കളിക്കുമ്പോഴാണ് അതിൻ്റെതായ ഒരു എന്താ പറയാ ഒരു സുഖം. അത് ഇന്നത്തെ കുട്ടികൾക്ക് ചെരുപ്പിടാതെ അവർക്ക് പറ്റിയില്ല. വേറൊരു കാര്യമുണ്ട് ചേച്ചി, പണ്ട് ചെരുപ്പിടാൻ പറ്റൂല. സത്യം. ചെരുപ്പിട്ടോണ്ട് പറ്റൂല ചേച്ചി, നമ്മുടെ ഒക്കെ മുട്ട് നോക്കുകയാണെങ്കിൽ വീണ മാർക്കുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അല്ല എന്തെങ്കിലും അത് ഭയങ്കര അവര് അത് കഴിഞ്ഞ് അവിടെ തിരിഞ്ഞു നോക്കൂല. നമ്മൾ വീണാലും നമുക്ക് അവിടെ ബാൻഡേജ് ഇട്ടാലും നമ്മൾ വീണ്ടും അവിടെ തന്നെ കളിക്കാൻ പോകും. അങ്ങനത്തെ ആൾക്കാരായിരുന്നു. അപ്പൊ അതാണ് ഈ എന്ത് നോസ്റ്റു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാരും ഇന്നും അത് കണ്ടിട്ടൊരു എൻജോയ് ചെയ്യണത് ആ ഒരു ഫീലിംഗ്. ഇന്നത്തെ കുട്ടികൾ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്ത് വെരി ട്രൂ, വെരി ട്രൂ. അപ്പൊ എന്തായാലും ഒരുപാട് നല്ല മൊമെന്റ്സിലേക്ക് നമ്മൾ യാത്ര ചെയ്തു. ബിഫോർ ഉറങ്ങുന്നതിന്റെ മുമ്പ് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ഉറക്കം. എനിക്ക് തോന്നുന്നു എല്ലാരും ഭയങ്കര നോസ്റ്റാൾജിക് ഫീലിംഗിൽ ഉറങ്ങുന്നു. ഹാപ്പി അല്ലേ?